നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആക്റ്റീവ് മെഥിലിൻ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിന് ആക്റ്റീവ് മെഥിലിൻ കോമ്പൗണ്ട്സിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് അസിറ്റോ അസിറ്റിക് എസ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം. ആക്റ്റീവ് മെഥിലിൻ കോമ്പൗണ്ട്സ് എന്താണെന്ന് നോക്കാം. ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ ആര് വരിക, ഒരു മെഥിലിൻ ഗ്രൂപ്പ് വരുന്നതാണ് എന്ത്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു പേരാണ് റിയാക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ്. അതായത് ഈ മെഥിലിൻ ഗ്രൂപ്പ് ദാറ്റ് ഈസ് CH2 ദാറ്റ് ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ടു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ CO അതുപോലെ CN ഇതൊക്കെയാണ് വിഡ്രോയിങ് ഗ്രൂപ്പായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആര് വരിക, ഒരു CH2 വരെ. ഇവിടെ എക്സാമ്പിളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈഥിൽ അസിറ്റോ അസറ്റേറ്റ്. അപ്പോൾ ഇവിടെ നോക്കാം CH2 CO CH2 CO OC2H5 എന്നാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, രണ്ട് CO അതിൻ്റെ ഇടയിൽ ആരുണ്ട്, ഒരു CH2 ഉണ്ട്. അപ്പോൾ ഇയാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്റ്റീവ് മെഥിലിൻ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ റിയാക്റ്റീവ് മെഥിലിൻ ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ റിയാക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത്. ഇനി ഇതിൽ തന്നെ എന്താണ്, ഈ ഒരു ഇത് ഗ്രൂപ്പാണ് കേട്ടോ. ഇനി ഇതിലെന്താണ്, ഈ കോമ്പൗണ്ട്സ്, ഈ ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ആക്റ്റീവ് മെഥിലിൻ കോമ്പൗണ്ട്സ്. അപ്പോൾ ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇലക്ട്രോൺ വിഡ്രോയിങ്ങിൻ്റെ ഇടയിൽ വരുന്ന ഒരു മെഥിലീനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ്. ഇനി ആക്റ്റീവ് മെഥിലിൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ കോമ്പൗണ്ട് ദാറ്റ് കണ്ടെയ്ൻ മെഥിലിൻ ഗ്രൂപ്പ് ഡയറക്ട്ലി ബോണ്ടഡ് ടു ടു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അതായത് ഒരു ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്റ്റീവ് മെഥിലിൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ നോർമലി നോക്കുകയാണെങ്കിൽ ഒരു മീഥേൻ്റെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സിബിറ്റ് ഒരു ആസിഡിക് ക്യാരക്ടർ തരുന്നില്ല. എന്നാൽ എന്താണ്, ഈ രണ്ട് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും ആര്, നമുക്കറിയാം ആ CH2ൻ്റെ തൊട്ടപ്പുറത്തും ആരുണ്ട്, ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, ഈ രണ്ട് ഹൈഡ്രജൻ്റെ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും ഹൈഡ്രജനെ. അതായത് CH2 രണ്ട് ഹൈഡ്രജനെയും റീപ്ലേസ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള ഹൈഡ്രജൻ എന്താക്കും, മോർ അസിഡിക് ഇൻ നേച്ചറാക്കി മാറ്റും. അപ്പോൾ ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്, അതായത് രണ്ട് സൈഡിലുള്ള ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇലക്ട്രോണിനെ അതിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഈ CH ബോണ്ട് എന്ത് ചെയ്യാണ്, വീക്കൻ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഹൈഡ്രജൻ എന്ത് ചെയ്യും, ആ ഡിസോസിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റേബിൾ ആനിയോൺ കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈഥൈൽ അസിറ്റോ അസിറ്റേറ്റിൽ നമുക്ക് ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും. നേരത്തെ നമ്മളൊരു പിക്ചർ പറഞ്ഞിരുന്നു. അതായത് രണ്ട് COൻ്റെ ഇടയിലാണ് നമ്മൾ CH2 വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിനെയും എന്ത് ചെയ്യാണ്, രണ്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ത് ചെയ്യാണ്, അട്രാക്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, വീക്കൻ ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും, അയാളെന്ത് ചെയ്യണം, ആ രണ്ട് ഹൈഡ്രജൻ ആറ്റം ആ ഹൈഡ്രജൻ കണ്ടെയ്നറിൽ ആ മെഥിലിൻ ഗ്രൂപ്പ് എന്തായിട്ട് മാറുന്നു, അസിഡിക് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആക്റ്റീവ് മെഥിലിൻ കോമ്പൗണ്ട്സ് എന്ന പേര് കൊടുക്കാൻ തന്നെ കാരണം എന്താണ്, അത് റിയാക്ടിവിറ്റി കൂടുതലാണ്. അത് ബേസായിട്ട് സ്ട്രോങ് ബേസിനായിട്ട് വരെ എന്ത് ചെയ്യും, റിയാക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ആക്റ്റീവ് മെഥിലിൻ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് എന്ന് പറയാൻ കാരണം. അപ്പോൾ എന്താണ്, രണ്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് എന്ത് ചെയ്യാണ്, ഹൈഡ്രജനെ എന്ത് ചെയ്യാണ്, അതിനെ അട്രാക്റ്റ് ചെയ്തിട്ട് അവിടെ ആ ബോണ്ട് വീക്കൻ ചെയ്യുന്നു. അപ്പോൾ അവിടെ മോർ അസിഡിക് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ്. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആക്റ്റീവ് മെഥിലിൻ കോമ്പൗണ്ട്സിന് ചില എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു നോക്കാം. നല്ല പ്രധാനപ്പെട്ട ചില എക്സാമ്പിൾസാണ്. ഒന്ന് ഈഥൈൽ അസിറ്റോ അസിറ്റേറ്റ് ആണ്. അതായത് ഈഥൈൽ 3-ഓക്സോബ്യൂട്ടനോയിറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ കാണുന്നത് അസിറ്റോ അസിറ്റിക് എസ്റ്റർ എന്നും പറയാറുണ്ട് ഇതിൻ്റെ പേര്. അപ്പോൾ CH3 CO CH2 CO OC2H5 ഇതാണ് എന്ത്, ഈഥൈൽ അസിറ്റോ അസിറ്റേറ്റിൻ്റെ മോളിക്കുലർ ഫോർമുല. നെക്സ്റ്റ് എക്സാമ്പിളാണ് മലോണിക് എസ്റ്റർ. ഇതിൻ്റെ വേറെ പേരാണ് ഡൈഥൈൽ മലോണൈറ്റ്. പിന്നെ മൂന്നാമത്തെ എക്സാമ്പിളാണ് സയാനോ അസറ്റിക് എസ്റ്റർ, അതായത് ഈഥൈൽ സയാനോ അസിറ്റേറ്റ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഇവിടെ ഞാനൊരു വരച്ചിട്ടുണ്ട് ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള നടുക്കുള്ളത്. പിന്നെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കണ്ട ആ സെഡും അതുപോലെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് പറഞ്ഞിട്ട് എസ്റ്റർ ഗ്രൂപ്പും കൊടുത്തിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് ആരുള്ളത്, നമ്മൾ ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പുള്ള CH2. ജസ്റ്റ് ഒരു ജനറൽ മോഡൽ കൊടുത്തു എന്നുള്ളൂ. രണ്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, അതിൻ്റെ ഇടയിൽ ആര്, CH2. അപ്പോൾ ഈ
സയനോ അസിറ്റിക് എസ്റ്ററിലൊക്കെ നോക്കി നമുക്ക് അറിയാൻ പറ്റും ഒരു എസ്റ്റർ ഗ്രൂപ്പാണ് ഒരു സൈഡിലുള്ളത്. ഒരു സൈഡിലുള്ളത് ആരാണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായ സയനൈഡാണ്. അപ്പോൾ അതിലാണ് നടുക്ക് എന്ത് വന്നു? CH2. അപ്പോൾ അത് നടുക്കുള്ളത് ആരാണ്? ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ്. ബാക്കി തൊട്ടടുത്തുള്ള അപ്പുറത്തുള്ള ആരാണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ആക്റ്റീവ് മെഥിലിൻ കോമ്പൗണ്ട്സ് ആണിത്. നെക്സ്റ്റ് പറയുന്ന കൺസെപ്റ്റാണ് ടോട്ടോമറിസം. അപ്പോൾ ടോട്ടോമറിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇറ്റ്സ് എ ഡൈനാമിക് ഫങ്ഷണൽ ഐസോമറിസം ഇൻ വിച്ച് 2 ഐസോമേഴ്സ് ആർ ഇൻ്റർ കൺവേർട്ടിബിൾ. അപ്പോൾ 2 ഐസോമേഴ്സിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടെ എന്ത് ചെയ്യണം? ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലെത്തും. ഇതിനാണ് നമ്മൾ ടോട്ടോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ടോട്ടോമറിസം എന്ന് പറയുന്നത്. അതായത് 2 സ്ട്രക്ചറൽ ഐസോമേഴ്സും എന്താണ്? മ്യൂച്വലി ഇൻ്റർ കൺവേർട്ടിബിൾ ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. കീറ്റോ അതുപോലെ ഇനോൾ. ഇത് രണ്ടും കീറ്റോ ആകുമ്പോൾ ഇങ്ങോട്ട് ഫോർവേഡായിട്ട് ഇനോൾ ആക്കും. അതേപോലെ ഇനോൾ ആകുമ്പോൾ കീറ്റോയിലേക്ക്. അങ്ങനെ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നവരെ അവരിങ്ങനെ ഇൻ്റർ കൺവേർട്ടിബിൾ ആണ്. അതുമാതിരി ടോട്ടോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ അനറ്റിക്സോ കാണിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? അത് ഐസൊലേഷൻ എന്താണ്? ചില കണ്ടീഷൻസിൽ നമുക്ക് എന്ത് ചെയ്യും? ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ സ്റ്റെബിലിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ 2 ഫോം ഉണ്ടെങ്കിൽ 2 സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ രണ്ടിൻ്റെയും സ്റ്റെബിലിറ്റി ഡിഫർ ആയിരിക്കും. അത് സെയിം ആയിരിക്കില്ല. അതുപോലെ ഡിഫറെൻറ്റ് കെമിക്കൽ ക്യാരക്ടേഴ്സാണ് അവർ രണ്ടും കാണിക്കുക. അപ്പോൾ നമുക്ക് ഐസൊലേഷൻ ചെയ്യാനൊക്കെ പറ്റും ചില കണ്ടീഷനിൽ. അതായത് ഈ ഫോം മാത്രമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ 2 എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. കീറ്റോയും ഇനോളും അത് ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചില കേസിൽ ഈ കീറ്റോ എന്തായിരിക്കും? കീറ്റോക്ക് വേറൊരു കെമിക്കൽ പ്രോപ്പർട്ടീസാണ്, കെമിക്കൽ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ അയാൾ ഒറ്റയ്ക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ചില സ്യൂട്ടബിൾ കണ്ടീഷൻസ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും? കീറ്റോ ഫോം കിട്ടും. അതേപോലെ ഇതിൻ്റെ രണ്ടിൻ്റെ സ്റ്റെബിലിറ്റിയും ഡിഫറൻസ് ആണ്. അപ്പോൾ ലെസ് സ്റ്റേബിൾ ഫോമിനെ നമ്മൾ ലാബൈൽ ഫോം എന്നാണ് പറയുക. അപ്പോൾ രണ്ടും സ്റ്റെബിലിറ്റിയാണ്. അതിൽ തന്നെ ചില കേസുകളിൽ ഒന്ന് സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ അതിനെ നമ്മൾ ലാബൈൽ ഫോം എന്ന് പറയും. അതാണ് ടോട്ടോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ അവരെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ മെത്തേഡൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ടോട്ടോമേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. അതായത് പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞാൽ ടോട്ടോമറിക് മിക്സ്ചേഴ്സ് ഉണ്ടാവും. അതായത് ഒരു പ്രൊപ്പോർഷനിലായിരിക്കും അത് നിൽക്കുന്നത്. അപ്പോൾ അത് പല കോമ്പൗണ്ട്സിലും വേറെ വേറെ വേരിയസ് ചെയ്തായിരിക്കും. ചിലപ്പോൾ ഒരു 2 ഐസോമേഴ്സ് പറഞ്ഞപ്പോൾ AB. അപ്പോൾ A ആയിരിക്കും ചില കേസുകളിൽ എന്ത് ചെയ്യുന്ന പ്രൊപ്പോർഷൻ കൂടുതൽ, ചില കേസുകളിൽ അതിനായിരിക്കും കുറവ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും? ടെമ്പറേച്ചറിന് സോൾവെൻ്റ് അനുസരിച്ചൊക്കെ അത് മാറ്റം വരും. അതേപോലെ തന്നെ ടോട്ടോമറിക് ട്രാൻസ്ഫോർമേഷൻ കാറ്റലൈസ് ചെയ്യുന്ന ആസിഡ് ബേസൊക്കെ എന്ത് ചെയ്യും? ഈ ഒരു ടോട്ടോമറിക് ട്രാൻസ്ഫോർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റലൈസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ടോട്ടോമറിസം എന്ന് പറഞ്ഞാൽ. ടോട്ടോമറിസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് നമുക്കൊന്ന് പറയാം. 2 സ്ട്രക്ചറൽ ഐസോമേഴ്സ് തമ്മിൽ എന്ത് ചെയ്യണം? അവർ കൺവേർട്ട് ചെയ്യാണ്. അതായത് എന്നിട്ട് എന്ത് ചെയ്യും? എക്സിസ്റ്റ് ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം. അപ്പോൾ ഇങ്ങനെ ആവുന്നതിന് നമ്മൾ ടോട്ടോമേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ അതിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് സ്വന്തമായിട്ട് കെമിക്കൽ ഐഡൻറ്റിറ്റി ഉണ്ട്. അതുപോലെ സ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ട്. സ്റ്റെബിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. കീറ്റോ ഇനോൾ ടോട്ടോമറിസത്തിനാണ്. അത് ടോട്ടോമറിസം കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ്. കീറ്റോ ഇനോൾ 2 ഫോം ഉണ്ട്. ഇതിൽ അസിറ്റോസിറ്റേറ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും സ്ട്രക്ചറൽ ഐസോമേഴ്സ് നമുക്ക് നോക്കി അറിയാൻ പറ്റും ഇല്ലേ? രണ്ടിൻ്റെയും ആ സ്ട്രക്ചറൽ ഐസോമേഴ്സാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൽഡിഹൈഡും കീറ്റോൺസും അതുപോലെ എന്താണ് കാർബണിക് കോമ്പൗണ്ട്സൊക്കെ ഈ സ്പെഷ്യൽ ടൈപ്സ് ടോട്ടോമറിസം കാണിക്കുന്നുണ്ട്. ആൽഡിഹൈഡ് അതുപോലെ കീറ്റോൺസ് അല്ലെങ്കിൽ അതുപോലെ വേറെ കാർബണിൽ കോമ്പൗണ്ട്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ടോട്ടോമറിസം കാണിക്കും. അപ്പോൾ എന്താണ് അതേപോലെ ടോട്ടോമറിസമാണ് നമ്മളിവിടെ ഈഥിൽ അസിറ്റോസിറ്റേറ്റിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും മൈഗ്രേഷൻ, അതായത് പ്രോട്ടോൺ മൈഗ്രേഷൻ ചെയ്യാണ് ഇവിടുന്ന് ആൽഫ കാർബണിന്. എന്നിട്ട് എങ്ങോട്ട് ചെയ്യാണ്? അത് കാർബണിൽ ഓക്സിജൻക്കാണ്. പിന്നെ ആ ഒരു മെക്കാനിസം നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ആ ഒരു മെക്കാനിസം ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഈഥിൽ അസിറ്റോസിറ്റേറ്റിൽ പറയും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയും. ഒന്ന് ഫസ്റ്റ് ഫോമിനാണ് നമ്മൾ കീറ്റോ എന്ന് പറയുന്നത്. രണ്ടാമത്താണ് ഇനോള്. അതായത് ഇവിടെ ആൽഫ കാർബൺ ഹൈഡ്രജന് എന്ത് ചെയ്യാണ്? അത് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്തായിട്ട് വരും? OH ആയിട്ട് മാറും. അതായത് ആദ്യത്തെ കീറ്റോ ഫോം ആയിരുന്നു, അതായത് കീറ്റോൺ ആയിരുന്നു CO. അപ്പോൾ അതിന് ആൽഫ കാർബണിന് എന്ത് ചെയ്യാണ്? ഹൈഡ്രജന്
ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ OH എന്ന് വരും. അതുകൊണ്ട് എന്താണ്, അത് ഇനോൾ ഫോം ആയിട്ടാണ്. അപ്പോൾ ഇതാണ് കീറ്റോ ഇനോൾ ടോട്ടോമേഴ്സ് മീൻ ഈഥൈൽ അസിറ്റോ അസിറ്റേറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഐസോമേഴ്സാണ് രണ്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ അസിറ്റോ അസറ്റിക് എസ്റ്റർ, അല്ലെങ്കിൽ നമ്മളതിൻ്റെ വേറൊരു പേരാണ് ഈഥൈൽ അസിറ്റോ അസിറ്റേറ്റ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമേ പഠിക്കാനുള്ളൂ, ഈ ഒരു കോമ്പൗണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, പഠിക്കാൻ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഇത് പറഞ്ഞാൽ അസിറ്റോ അസിറ്റിക് എസ്റ്റർ നമുക്ക് നേരത്തെ മോളിക്കുലർ ഫോം നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, CH3CO CH2CO OC2H5 എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലെയിൻസൺ കണ്ടൻസേഷൻ വഴിയാണ് ഇതുണ്ടാവുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ ബേസ് കാറ്റലൈസ് കണ്ടൻസേഷൻ ഓഫ് എൻ എസ്റ്റർ ആണ്. അപ്പോൾ ഇവിടെ എസ്റ്റർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എസ്റ്റർ ആയാൽ പോരാ, ആൽഫ ഹൈഡ്രജൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു എസ്റ്റർ ആവണം. അപ്പോൾ അതെന്ത് ചെയ്യാണ്, ബേസ് കാറ്റലൈസ് കണ്ടൻസേഷൻ നടക്കുകയാണ്. കണ്ടൻസ് ചെയ്തിട്ട് ആരൊപ്പം തന്നെ കണ്ടൻസ് ചെയ്യണത്, ഒന്നെങ്കിൽ സെയിം എസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് അത് വേറൊരു ഫോമിലുള്ള വേറൊരു എസ്റ്റർ ആയിരിക്കാം. അപ്പോൾ എന്നിട്ട് എന്ത് കിട്ടും, നമുക്ക് കിട്ടേണ്ട ബീറ്റ കീറ്റോ എസ്റ്റർ കിട്ടും. അതായത് നമ്മൾ പറഞ്ഞ EAA ഈഥൈൽ അസിറ്റോ അസിറ്റേറ്റ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇവിടെ എന്താണ് ഒരു എസ്റ്റർ എടുക്കാം, അതിലെന്താണ് ഒരു ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കണം. അതുപോലെ എന്താണ് ഒന്നെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യാണ്, കണ്ടൻസ് ചെയ്യാണ്. ഒന്നെങ്കിൽ സെയിം എസ്റ്റർ എടുത്തിട്ട് തന്നെ കണ്ടൻസ് ചെയ്യും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വൺ എടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന രണ്ടും സെയിം എസ്റ്ററാണ്. അപ്പോൾ എന്താണ് ആൽഫ ഹൈഡ്രജൻ നമുക്ക് കാണിക്കുന്നുണ്ട്, ആ ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ, പിന്നെ എന്താണ് അത് ഇവിടെ സോഡിയം മെത്തോക്സൈഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതുപോലെ സോഡിയം മെത്തോക്സൈഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന് പിന്നെ അസിഡിഫിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടുകയാണ്, ഈഥൈൽ അസിറ്റോ അസിറ്റേറ്റ് ആയിട്ട് കിട്ടുകയാണ്. ഒപ്പം ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എഥനോളും കിട്ടുന്നു. അപ്പോൾ ഇവിടെ നോക്കാം, രണ്ട് എന്താണ് ഈഥൈൽ അസിറ്റേറ്റ് ആണ് എടുത്തിട്ടുള്ളത്, അതായത് 2 എസ്റ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ മെക്കാനിസം നോക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ മെക്കാനിസം നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് 1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ഒരു എസ്റ്റർ എടുത്തു, അതായത് 2 എസ്റ്റർ ആയിരുന്നു നമ്മൾ പറഞ്ഞത്, അതിൽ ഒരു എസ്റ്റർ നമ്മൾ എടുത്തു. അപ്പോൾ അതിൽ ഫസ്റ്റ് എടുത്തത് അസിറ്റൈൽ ഈഥൈൽ അസിറ്റേറ്റ് ആണ് എടുത്തത്. അപ്പോൾ അതിൽ എന്ത് ചെയ്യണം, ആൽഫ ഹൈഡ്രജൻ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യണം ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മൾ എടുത്ത ബേസ് എന്ന് പറഞ്ഞാൽ സോഡിയം മെത്തോക്സൈഡ് ആയിരുന്നു. അപ്പം നമുക്ക് എഴുതുമ്പോൾ എന്ത് എഴുതാം, C2H5O- എന്ന് എഴുതാം. അപ്പോൾ അതെന്ത് ചെയ്യും, ഹൈഡ്രജനെ എന്ത് ചെയ്യണം, അതിലേക്ക് എടുക്കും. അപ്പോൾ ഇവിടെ ആൽഫ ഹൈഡ്രജൻ റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു ഇനോളൈറ്റ് അയോണായിട്ട് കിട്ടി. അതായത് CH3 CH2CO പിന്നെ CO CH2-, കാരണം അവിടെ മൈനസ് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണ്, ഹൈഡ്രജൻ അവിടെ നിന്ന് റിമൂവൽ ചെയ്തിട്ടാണ് ഇവിടെ മൈനസ് ചാർജ് കിട്ടിയത്. ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഇനോളൈറ്റ് അയോണ് നമ്മൾ എന്ത് ചെയ്യാണ്, ആണ് സ്റ്റെപ്പ് 2 ആട്ടോ പറയുന്നത്. ഇനോളൈറ്റ് അയോണ് വേറെ ഈഥൈൽ അസിറ്റേറ്റ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞ 2 എടുക്കുന്നത് പറഞ്ഞാൽ ഒന്നെങ്കിൽ സെയിം ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എസ്റ്റർ ആവാം. അപ്പോൾ ഇവിടെ എടുത്തത് ഈഥൈൽ അസിറ്റേറ്റ് ആണ്, സെയിം ആണെന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് എന്താണ്, സെയിം എസ്റ്ററാണ്. അപ്പോൾ അതിൽ ഈഥൈൽ അസിറ്റേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും, അതായത് തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്ത് കിട്ടും, മെത്തോക്സൈഡ് COCH2, ആ CH2 മൈനസ് ആയിരുന്നു നേരത്തെ അവിടെ ഉണ്ടായിരുന്ന മറ്റേൻ്റെ Cയിലേക്ക് പോകുന്നു. അവിടെ ആദ്യം എടുക്കുകയാണ്, അതിൽ C+O ആ ബോണ്ട് എന്ത് ചെയ്യണം, Oയിലേക്ക് പോയിട്ട് O- വരികയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഈ CH2- എന്ത് ചെയ്യും, ആ കാർബണിലേക്ക് പോയി ഒരു ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, എന്ത് കിട്ടി, എത്തോക്സൈഡ് ഓതും COCH2C പറയാം എന്ത് കിട്ടിയെന്ന് വെച്ചാൽ C2H5O CO, അതുപോലെ CH2, പിന്നെ CO- ഉണ്ട്, CH3 ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഒരു ഇനോളൈറ്റ് അയോണാണ് നമുക്ക് കിട്ടിയത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ബ്രേക്ക് ചെയ്യാണ്.
അപ്പോൾ നമുക്കൊരു സ്റ്റേബിൾ മോളിക്യൂൾ കിട്ടും. അതാണ് ഈഥൈൽ അസിറ്റേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ് ആ ഒരു സ്റ്റെപ്പ് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ കീറ്റോ ഇനോൾ ടോട്ടോമറേസ് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 സ്ട്രക്ചർ കിട്ടും. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ആ സ്റ്റെപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, 3 സ്റ്റെപ്പായിട്ട് നടക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞാൽ ആൽഫ ഹൈഡ്രജനെ റിമൂവ് ചെയ്യാണ് ആര്, ഈ ബേസ്. നമ്മളെടുത്തിരിക്കുന്ന ബേസ് എന്ന് പറഞ്ഞാൽ സോഡിയം മെത്തോക്സൈഡ് ആയിരുന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്, അവിടെ റിമൂവ് ചെയ്തു. എന്നിട്ടൊരു ഇനോളൈറ്റ് അയോൺ ഫോം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ ഇനോളൈറ്റ് അയൺ വേറൊരു എസ്റ്ററായിട്ട് എന്ത് ചെയ്യാണ്, ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്യാണ്. അങ്ങനെ ഫോം ചെയ്തു. പിന്നീട് എന്ത് ചെയ്യാണ്, അതിൽ നിന്ന് ആ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിൽ പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, 3ാമത്തെ സ്റ്റെപ്പ് പറഞ്ഞത് എന്താ, ബ്രേക്കിംഗ് ഓഫ് ബോണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ലാസ്റ്റ് സ്റ്റെപ്പ് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യാണ്, C2H5O ആയിട്ട് OH ആയിട്ട് അവിടെ എന്ത് ചെയ്യാണ്, ആ റിമൂവ് ചെയ്ത് പോവാണ്. അങ്ങനെ O- അതിങ്ങോട്ട് ഇലക്ട്രോൺ ഇങ്ങോട്ട് റിങ്ങിൽ ബോണ്ടായി ഫോം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, CO എന്ന് കിട്ടും. അപ്പോൾ അതായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതാണ് 3 സ്റ്റെപ്പ് പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. നെക്സ്റ്റ് നമ്മൾ ഈഥൈൽ അസിറ്റേറ്റിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയുകയാണ്. അപ്പോൾ ഈഥൈൽ അസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ കളർലെസ് ലിക്വിഡാണ്. അതുപോലെ ഫ്രൂട്ടി സ്മെല്ലാണ്. നമുക്കറിയാം എസ്റ്റർ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു നല്ല ഫ്രൂട്ടി സ്മെല്ലായിരിക്കും. അതുപോലെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 181 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് വാട്ടറിൽ ചെറുതായിട്ട് സൊല്യൂബിൾ ആവും. അതുപോലെ എഥനോൾ, അതുപോലെ ഈഥർ, അതുപോലെ ഓർഗാനിക് സോൾവെൻസിലൊക്കെ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് സൊല്യൂബിൾ ആവും. പിന്നെ ഇത് ന്യൂട്രലാണ്. അതുപോലെ ഡൈല്യൂട്ട് NaOHലൊക്കെ എന്താണ്, സൊല്യൂബിൾ ആണ്. അതിനെ ഇതിൽ കീറ്റോ ഫോം, ഇനോൾ ഫോം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഇനോൾ ഫോം എന്ന് പറഞ്ഞത് അത് സോഡിയം സാൾട്ടിൽ ഇനോൾ ഫോം എന്ത് ചെയ്യാണ്, ഈ ഡൈല്യൂട്ട് NaOH ആയിട്ട് ഡിസോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, സോഡിയം സാൾട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 1.4232 ആണ്. അതുപോലെ ഇത് ഫെറിക് ക്ലോറൈഡായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്കൊരു റെഡിഷ് വയലറ്റ് കളറാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസൊന്നും നിങ്ങൾ പഠിക്കണ്ട. ജസ്റ്റ് അതിൻ്റെ കളറ്, സ്മെല്ല്, പിന്നെ ആ ഒരു സൊല്യൂബിലിറ്റി, ബോയിലിംഗ് പോയിന്റ്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ ഇതാണെന്ത്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഈഥൈൽ അസിറ്റേറ്റ് എന്ന് പറഞ്ഞത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവ്യൂ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞാൽ ആക്റ്റീവ് മെഥിലീൻ കോമ്പൗണ്ട്സ് ആയിരുന്നു. ആക്റ്റീവ് മെഥിലീൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ആക്റ്റീവ് മെഥിലീൻ ഗ്രൂപ്പ്സ് എന്താണെന്ന് പറയാം. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ വരുന്ന ഒരു CH2 അല്ലെങ്കിൽ ഒരു മീഥിലീൻ ഗ്രൂപ്പിനെയാണ് നമ്മൾ ആക്റ്റീവ് മെഥിലീൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ആക്റ്റീവ് മെഥിലീൻ ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ആക്റ്റീവ് മെഥിലീൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞത്. പിന്നെ കുറേ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിരുന്നു. ഈഥൈൽ അസിറ്റേറ്റ്, അതുപോലെ മലോണിക് എസ്റ്റർ, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസാണ് പിന്നെ നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ടോട്ടോമറസും പറഞ്ഞു. ടോട്ടോമറസ് പറഞ്ഞാൽ 2 ഐസോമേഴ്സ് അവർ കൺവേർട്ട് ചെയ്യാണ്. എന്നിട്ടൊരു അവർ തമ്മിലൊരു ഇക്വിലിബ്രിയത്തിലെത്തുകയാണ്, ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലെത്തുന്നു. ഐസോമേഴ്സിനെയാണ് നമ്മൾ ഡോട്ടോമേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ടോട്ടോമേഴ്സ് എന്ന് പറഞ്ഞാൽ കീറ്റോ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഈഥൈൽ അസിറ്റേറ്റിൻ്റെ പറഞ്ഞാൽ കീറ്റോ, അതുപോലെ ഈനോൾ, 2 ഫോമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിലെന്താണ്, കീറ്റോക്ക് അതിൻ്റെതായിട്ടുള്ളൊരു പ്രോപ്പർട്ടീസ്, അതിനായിട്ട് കെമിക്കൽ ഐഡൻറ്റിറ്റി ഒക്കെ ഉണ്ടാവും. അതുപോലെ അതിൻ്റെ സ്റ്റെബിലിറ്റിയും തമ്മിൽ ഡിഫറൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു മിക്സ്ചർ എടുക്കുമ്പോൾ 2 ഉണ്ടാവും. നമുക്കിപ്പോൾ 2 ഐസോമേഴ്സും കാണാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ചില ഐസോമേഴ്സിൻ്റെ റേഷ്യോ കൂടുതലായിരിക്കും മറ്റേതിനേക്കാളും. അപ്പോൾ അത് ടെമ്പറേച്ചർ, അതുപോലെ സോൾവെൻ്റൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിനനുസരിച്ച് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ എന്താണ് നമ്മൾ പറഞ്ഞു, ടോട്ടോമറിക് ട്രാൻസ്ഫോർമേഷൻ ആസിഡും ബേസുമാണ് കാറ്റലൈസ് ചെയ്യുന്നത്. അതുപോലെ രണ്ടും ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്, ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്പെഷ്യൽ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു ടോട്ടോമറിസം പറഞ്ഞത്. പിന്നെ നമ്മൾ അസിറ്റേറ്റ് എസ്റ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ക്ലേസൺ കണ്ടൻസേഷൻ വഴിയാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ജനറൽ സ്റ്റെപ്പ് ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ ഒരു ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ മെക്കാനിസം നമുക്ക് ചോദിക്കും, ക്വസ്റ്റ്യൻ വരും. മെക്കാനിക്കും എക്സ്പെക്റ്റഡ് എന്ന് തന്നെ സിലബസിലിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ആ മെക്കാനിസം നമുക്ക് നോക്കാം. 3 മെക്കാനിസം ആയിരുന്നു നമ്മൾ പറഞ്ഞു. ഒക്കെ ജസ്റ്റ് ഇനി പറയുന്നില്ല. എത്രയാണ് നമ്മൾ ഇന്നത്തെ ആക്റ്റീവ് മെഥിലീൻ കോമ്പൗണ്ട്സിനെ കുറിച്ച് പറഞ്ഞത്.